നിങ്ങളുടെ കുടുംബം വർഷങ്ങളോളം കഷ്ടപ്പെട്ട് സമ്പാദിച്ച സേവിങ്സ് ഒരാഴ്ച കൊണ്ട് തന്നെ തീർന്നു പോകുന്നത് കാണുന്നു. ഒറ്റ കാര്യം ചെയ്താൽ മതി. പ്രോപ്പർ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ പ്രായമായ അച്ഛനെയോ അമ്മയോ ഒരു പ്രൈവറ്റ് കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക. അത്രയും മതി. സീനിയർ സിറ്റിസൺ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം മിക്ക കുടുംബങ്ങളും നീട്ടിക്കൊണ്ടുപോകും. പ്രോസസ്സൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? പ്രീമിയംസ് വളരെ കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള ചിന്തകളാണ് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. പക്ഷേ മെഡിക്കൽ എമർജൻസി വന്നതിന് ശേഷമാണ് ഇൻഷുറൻസിനെ കുറിച്ച് ആലോചിക്കുന്നതെങ്കിൽ അത് ഫൈനാൻഷ്യലി വലിയൊരു തിരിച്ചടിയാകും. ഒഴിവാക്കേണ്ട ഹിഡൻ ക്യാപ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായ ഏറ്റവും മികച്ച ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇതെല്ലാം ഒരു പ്രാക്ടിക്കൽ ഗൈഡായിട്ട് ഇന്ന് ഈ വീഡിയോയിൽ നോക്കാം. ഹലോ ഫോക്സ്, ഞാൻ ഡോൺ ജോസഫ്. യു ആർ വാച്ചിങ് ഡിറ്റോ ഇൻഷുറൻസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഫ്രീ ആണ്. പക്ഷേ അത് ഞങ്ങൾക്ക് ഇനിയും ഇത്തരം പ്രാക്ടിക്കൽ വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ നൽകും. സോ ഞങ്ങളുടെ കണ്ടന്റ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും അമർത്താൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ സാധാരണ 2 വഴികളാണ് മുന്നിലുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ ഒരു റെഗുലർ കോംപ്രിഹെൻസീവ് റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ. സീനിയർ മെഡിക്കൽ അണ്ടർ റൈറ്റിംഗ് പാസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എപ്പോഴും ആദ്യം നോക്കേണ്ടത് ഈ ഒരു ഓപ്ഷനാണ്. കാരണം റെഗുലർ പ്ലാനിൽ കവറേജ് കൂടുതൽ ക്ലീൻ ആയിരിക്കും, റെസ്ട്രിക്ഷൻസും കുറവായിരിക്കും. പക്ഷേ മേജർ സർജറി ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ക്രോണിക് ഇൽനെസ് കൂടുതലാണെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെയാണ് സീനിയർ സിറ്റിസൺ സ്പെസിഫിക് പ്ലാൻസ് നോക്കേണ്ടി വരുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത്തരം പ്ലാനിൽ പലപ്പോഴും ചില ബിൽഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഉദാഹരണത്തിന് 20% അല്ലെങ്കിൽ 30% മാൻഡേറ്ററി കോ പേയ്മെന്റ്. അതായത് ഓരോ ഹോസ്പിറ്റൽ ബില്ലിലും ഒരു ഭാഗം നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് തന്നെ കൊടുക്കണം. പിന്നെ റൂം റെന്റ് ക്യാപ്പ് ഉണ്ടായിരിക്കാം. അതായത് നിങ്ങൾ കുറച്ച് നല്ല റൂം എടുത്താൽ ബില്ലിന്റെ ഒരു വലിയ ഭാഗം ഇൻഷുറൻസ് കവർ ചെയ്യാതിരിക്കും. അതുപോലെ തന്നെ കാട്രാക്ട്, നീ റീപ്ലേസ്മെന്റ് പോലുള്ള പ്രൊസീജിയേഴ്സിൽ ഡിസീസ് വൈസ് സബ് ലിമിറ്റ്സും ഉണ്ടായേക്കാം. ഇനി ഞങ്ങളുടെ ലേറ്റസ്റ്റ് ഇവാലുവേഷൻ ഫ്രെയിംവർക്ക് പ്രകാരം മാർക്കറ്റിലെ ടോപ്പ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 5ാമതായിട്ട് ലിസ്റ്റിൽ വരുന്നത് SBI സൂപ്പർ ഹെൽത്ത് പ്ലാറ്റിനം ഇൻഫിനിറ്റ്. വലിയ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്ക് കൂടുതലായിട്ട് പരിഗണിക്കേണ്ട ഒരു പ്ലാനാണിത്. ക്ലെയിം സെറ്റിൽമെന്റ് ട്രാക്ക് റെക്കോർഡും നല്ലതാണ്. അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്സും ഇവിടെ ലഭിക്കും. ലിസ്റ്റഡ് സീരിയസ് ഇൽനെസ്സിന് ഹെൽത്ത് മൾട്ടിപ്ലയറും ഉണ്ട്. കൺസ്യൂമബിൾസും ഇതിൽ കവേർഡ് ആണ്, അതും ബിൽഡിൻ ആയിട്ട്. പക്ഷേ ഇവിടെ ഒരു ഡ്രോബാക്ക് ഉള്ളത്, ഇത് പ്രീമിയം സെഗ്മെന്റിലുള്ള പ്രൊഡക്റ്റ് ആണ്. വലിയ ബേസ് സം ഇൻഷുർഡിൽ നിന്നാണ് തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് ബഡ്ജറ്റ് കുറവുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ തുടങ്ങാവുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കണമെന്നില്ലത്. ഇനി 4ാമതായിട്ട് ലിസ്റ്റിലുള്ളത് നിവ ബൂപ്പ റിയഷോർ 2.0 പ്ലാറ്റിനം പ്ലസ്. ഫീച്ചർ റിച്ച് ആയ ഒരു മോഡേൺ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ആണിത്. ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് റിയഷോർ 4 അവർ. ആദ്യ ക്ലെയിം സെറ്റിൽ ആയതിനു ശേഷം പോളിസി ലൈഫ് ടൈം മുഴുവനും അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ലഭിക്കും. അതിന് പുറമെ ബൂസ്റ്റർ പ്ലസ് ഫീച്ചർ വഴി യൂസ് ചെയ്യാത്ത ബാക്കി വരുന്ന ബേസ് കവർ ക്രമേണ 5 ഇരട്ടി വരെ അക്യുമുലേറ്റ് ചെയ്യാനും പറ്റും. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ലോക്ക് ദ ക്ലോക്ക്. ആദ്യ ക്ലെയിം വരുന്നത് വരെ എൻട്രി ഏജിൽ ഉണ്ടായിരുന്ന പ്രീമിയം സ്ലാബ് ഫ്രീസ് ചെയ്യും. പക്ഷേ ട്രേഡ് ഓഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ലെഗസി ഇൻഷുറിനെ അപേക്ഷിച്ച് കസ്റ്റമർ കംപ്ലയിൻസ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ക്ലെയിംസ് എക്സ്പീരിയൻസ് ചിലപ്പോൾ കൺസിസ്റ്റന്റ് അല്ലെന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇനി ലിസ്റ്റിലെ 3ാമത്തേതിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു റിമൈൻഡർ. ഡിറ്റോയിൽ കൺസൾട്ടേഷൻ കോൾ പൂർണ്ണമായിട്ടും ഫ്രീ ആണ്. ഇവിടെ സ്പാം ഇല്ല, പ്രഷർ ഇല്ല, ഓണസ്റ്റ് അൺബയാസ്ഡ് അഡ്വൈസ് മാത്രമാണുള്ളത്. 10 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഞങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്. IRDA സർട്ടിഫൈഡ് അഡ്വൈസേഴ്സിനോട് സംസാരിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാം. ലിസ്റ്റിൽ 3ാമതായിട്ടുള്ളത് ആദിത്യ ബിർള ആക്റ്റീവ് 1 മാക്സ്. വളരെ ഇന്നവേറ്റീവ് ആയ ഒരു പ്ലാനാണിത്. പ്രധാന കാരണം ക്രോണിക് കെയർ ആഡ് ഓൺ. ഇത് ഉപയോഗിച്ചാൽ ഡയബറ്റീസ്, ആസ്മ, ഹൈ ബ്ലഡ് പ്രഷർ പോലുള്ള ചില ലിസ്റ്റഡ് കണ്ടീഷൻസിന് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ 1ാമത്തെ ദിവസം തന്നെ കവർ തുടങ്ങും. ക്ലെയിം പ്രൊട്ടക്ട് വഴി നോൺ പേയബിൾ കൺസ്യൂമബിൾസ് ഡീഫോൾട്ട് ആയിട്ട് കവർ ചെയ്യും. അൺലിമിറ്റഡ് റീസ്റ്റോറേഷനും ഇവിടെ ഉണ്ട്. ഹെൽത്ത് റിട്ടേൺ പ്രോഗ്രാമും ഉണ്ട്. ഫിസിക്കൽ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്ത് പ്രീമിയത്തിന്റെ ഒരു ഭാഗം തിരിച്ച് ഏൺ ചെയ്യാനും കഴിയും. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് പുതിയൊരു ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് ആണ്. ലോങ് ടേം പ്രൈസിംഗ് ഹിസ്റ്ററി ഇപ്പോഴും കുറവാണ്. അതുപോലെ ക്രോണിക് കെയർ ആഡ് ഓൺ ആക്റ്റീവായി നിലനിർത്താൻ ഓരോ വർഷവും അതിന് പ്രീമിയം അടയ്ക്കണം. ലിസ്റ്റിൽ 2ാമതായിട്ട് വരുന്നത് കെയർ സുപ്രീം ആണ്. വാല്യൂ ഫോർ മണി ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഈ പ്ലാൻ പലപ്പോഴും ലിസ്റ്റിൽ വരാറുണ്ട്. റൂം റെന്റ് ലിമിറ്റ് ഇല്ല, കോ പേയ്മെന്റും ഇല്ല. അതും ഒരേ ഇൽനെസ്സിന് ഒരേ വർഷത്തിൽ തന്നെ വീണ്ടും ക്ലെയിം വന്നാലും റീചാർജ് ലഭിക്കും. ഈ പ്ലാനിന്റെ മറ്റൊരു പ്ലസ് ആണ് മോഡുലർ ഡിസൈൻ. ആദ്യം അഫോർഡബിൾ പ്രീമിയത്തിൽ പോളിസി എടുക്കാം, പിന്നീട് ആവശ്യാനുസരണം റൈഡേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇൻസ്റ്റന്റ് കവർ ആഡ് ചെയ്ത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന്റെ വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ചില ബെനിഫിറ്റ് ബേസ് പ്ലാനിലില്ല. ഫുൾ ഹെൽത്ത് ചെക്കപ്പ്, നോൺ മെഡിക്കൽ കൺസ്യൂമബിൾസ് ഇതെല്ലാം ആഡ് ഓൺ വഴി മാത്രമേ ലഭിക്കത്തുള്ളൂ. അതുപോലെ കൺസ്യൂമർ കംപ്ലയിന്റും ടോപ്പ് ലെഗസി ഇൻഷുറൻസിനേക്കാൾ കുറച്ചല്പം കൂടുതലാണ്. ഒരു ചെറിയ കാര്യം കൂടി, പ്രായമായ മാതാപിതാക്കൾക്ക് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തൊക്കെ മെഡിക്കൽ ഡോക്യുമെന്റ്സ് വേണം, പ്രീ പോളിസി മെഡിക്കൽ ചെക്കപ്പ് എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയ ഒരു ആർട്ടിക്കിൾ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്.
അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വായിച്ച് സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ അഡ്വൈസേഴ്സുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി ലിസ്റ്റിൽ ഒന്നാമത് വരുന്നത് HDFC ERGO Optima Secure. ബഡ്ജറ്റ് അനുവദിക്കുന്നുണ്ടെങ്കിൽ, മെഡിക്കൽ അണ്ടർ റൈറ്റിംഗ് പാസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, എപ്പോഴും ഇൻഡസ്ട്രിയിലെ ഏറ്റവും ശക്തമായ കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ ഒന്നാമതാണിത്. ഒന്നാമത്തെ ദിവസം മുതൽ തന്നെ സെക്യൂർ ബെനിഫിറ്റ്സ് വഴി ഇരട്ടി കവറേജ് കിട്ടും. ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷനും ഇവിടെയുണ്ട്. നോൺ മെഡിക്കൽ കൺസ്യൂമബിൾസ് ഡീഫോൾട്ട് ആയിട്ട് കവർ ചെയ്യും. ലോങ് ടേം ക്ലെയിം സർവീസിനും ഈ പ്ലാൻ നല്ല റെപ്യൂട്ടേഷൻ ഉണ്ട്. അതിന് പുറമെ 3 വർഷത്തെ ആവറേജ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ 96.71 ആണ്. പക്ഷേ ഇതിനും ചെറിയ ചലഞ്ചസ് ഉണ്ട്. പ്രീമിയംസ് കുറച്ച് കൂടുതലാണ്. മെഡിക്കൽ അണ്ടർ റൈറ്റിംഗ് വളരെ സ്ട്രിക്റ്റ് ആണ്. സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആവറേജ് പ്രീമിയം ഡീറ്റെയിൽസ് കാണാം. അതിൽ നിന്ന് തന്നെ ഒരു ഐഡിയ കിട്ടും. ഉദാഹരണത്തിന് ഡൽഹിയിൽ താമസിക്കുന്ന ആരോഗ്യമുള്ള 65 വയസ്സുകാരന് 15 ലക്ഷം രൂപയുടെ കവറിന് ശരാശരി വാർഷിക പ്രീമിയം ഏകദേശം ഒരു 70,000 രൂപ വരെ വരും. അപ്പോൾ അവസാനത്തെ വേർഡിക്റ്റ് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഒരേ ഹെൽത്ത് ഇൻഷുറൻസ് റെക്കമെൻഡ് ചെയ്യുക എന്നത് ശരിയായ ഒരു അപ്രോച്ച് അല്ല. ഓരോ കുടുംബത്തിന്റെയും മെഡിക്കൽ ഹിസ്റ്ററി വ്യത്യസ്തമാണ്. ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വ്യത്യസ്തമാണ്. നീഡ്സും വ്യത്യസ്തമാണ്. ബഡ്ജറ്റ് കുറവാണെങ്കിൽ ഫീച്ചർ റിച്ച് ആയ ഒരു മോഡേൺ പോളിസി വേണമെങ്കിൽ കെയർ സുപ്രീമും ആദിത്യ ബിർള ആക്റ്റീവ് 1 മാക്സും നല്ല ഓപ്ഷൻസ് ആയിട്ട് പരിഗണിക്കാവുന്ന പോളിസികളാണ്. പക്ഷേ നിങ്ങളുടെ പ്രയോറിറ്റി ലോങ് ടേം പീസ് ഓഫ് മൈൻഡ് ആണെങ്കിൽ, അതല്ല പ്രീമിയം സർവീസ് എക്സ്പീരിയൻസ് ആണെങ്കിൽ, ക്ലെയിം സമയത്ത് പരമാവധി സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ HDFC ERGO Optima Secureന് കൂടുതൽ പ്രീമിയം കൊടുക്കുന്നത് പലർക്കും വർത്തായിരിക്കും. അവസാന തീരുമാനം നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് വേണം തീരുമാനിക്കാൻ. ഏത് പ്ലാനാണ് നിങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമെന്ന് മനസ്സിലാക്കാൻ സഹായം വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ഞങ്ങളുടെ അഡ്വൈസേഴ്സുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഹാപ്പി ഇൻഷുറൻസ് ഹണ്ടിങ്.